ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അംബേദ്കറെ ഓർക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമല്ല, അദ്ദേഹത്തിൻ്റെ ജന്മദിന ദിവസം ഇതിനോട്ടൊരു വീഡിയോ ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു. ആരെങ്കിലും ഓർത്തോ എന്നുള്ള സാധനം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അംബേദ്കറെ ആണെങ്കിലും അയ്യങ്കാളിയൊക്കെ ആണെങ്കിലും നമ്മൾ മനഃപൂർവ്വം മറവിയിലേക്ക് വിടുന്നതായിട്ട് തോന്നുന്നില്ലേ? മറ്റ് നവോത്ഥാന നായകർ ആഘോഷിക്കപ്പെടുമ്പോഴും ഇപ്പം ശ്രീനാരായണ ഗുരുവരെ നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. ഓഫ് കോഴ്സ് നമ്മൾ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയണം. പക്ഷെ നമ്മൾ അതേസമയം നമ്മൾ അംബേദ്കറെയും അയ്യങ്കാളിയെയും അതുപോലെയുള്ള പഞ്ചമിയെയും ഒക്കെ നമ്മൾ ഓർമ്മിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ എവിടെയൊക്കെയോ വെച്ച് നമ്മളത് മിസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ സമൂഹം എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ? ചില ആളുകൾ മാത്രം ഇതെപ്പോഴും ഓർമ്മിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമല്ലല്ലോ. ഉറപ്പായിട്ടും എനിക്ക് തോന്നിയിട്ട് കേരളത്തിൽ പലപ്പോഴും ഇപ്പോൾ പോലും രാജഭക്തി വിട്ടുമാറാത്തൊരു കേരളമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയ കാലത്ത് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ ഈ പറയുന്ന തിരുവിതാംകൂർ രാജകുടുംബം എക്സ് രാജകുടുംബമായി ബന്ധപ്പെട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ ഏതോ പാരലൽ യൂണിവേഴ്സിൽ എത്തിയ പോലെ അതെ, ഇവർ വരുന്നു, ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ ഇവർ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി പോകുന്നു, തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് ചായ കിട്ടി, ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ ആഘോഷങ്ങളാണ് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത്. തിരുവിതാംകൂർ എന്ന് പറയുന്നത് പത്മനാഭന്റെ മണ്ണല്ല, അത് അയ്യങ്കാളിയുടെ മണ്ണാണെന്നാണ് നമ്മളൊക്കെ തിരിച്ച് അവരോടൊക്കെ പറയാറുള്ളത്. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഈ കാണുന്ന ഒരു പൊതു റോഡ് പോലും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ കൃത്യമായി ഒരു പൊതു കേരളം ഉണ്ടായത് വളരെ കൃത്യമായി മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും ദാക്ഷായണി വേലായുധനും ഒക്കെ അടക്കമുള്ള ആളുകളുടെ നിതാന്തമായ പരിശ്രമത്തിലൂടെയാണ് ഒരു പൊതു കേരളം ഉണ്ടായിട്ടുള്ളത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പ്രജാസഭയ്ക്കകത്ത് അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇന്നും സവർണ്ണ സമുദായത്തിൽപ്പെട്ട ആളുകൾ ക്ലാസ് റൂമിൽ ഷർട്ട് ഇടാതെ വന്നേനെ. അവർ ഷർട്ട് എടുക്കാൻ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിനകത്ത് പലപ്പോഴും ഇവരെ മനഃപൂർവ്വം മായ്ച്ചു കളയാറുണ്ട്. ആ സ്ഥലത്ത് പലപ്പോഴും മറ്റു ചരിത്രങ്ങളെ ഞങ്ങളാണ് നിങ്ങൾക്കെല്ലാം നേടിത്തന്നത് എന്ന രീതിയിലുള്ള ചില പാർട്ടി ക്ലാസ്സുകളുടെ പ്രശ്നം കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം കേരളത്തിൻ്റെ യഥാർത്ഥ ഹിസ്റ്ററി എന്താണെന്നും ആ ഹിസ്റ്ററിക്കകത്ത് യഥാർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത റെനസൻസ് ലീഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് കാലാകാലങ്ങളിൽ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം അംബേദ്കറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നോക്കൂ, ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ഫാസിസ്റ്റ് നേച്ചറിൻ്റെ അകത്ത് ഇന്ത്യക്ക് എന്താണ് പ്രതിരോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായി അംബേദ്കറൈറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സിനകത്തും അംബേദ്കറൈറ്റ് ആയിട്ടുള്ള പ്രതിരോധങ്ങൾക്കകത്തും മാത്രമാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസിൻ്റെ റൂട്ട് കിടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അംബേദ്കർ ജയന്തിയുടെ കാര്യം മാത്രം എടുത്താൽ മതി. ഇതെന്തോ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഭരണഘടന എഴുതിയ മനുഷ്യനൊന്നും അല്ലല്ലോ, എല്ലാവർക്കും വേണ്ടി ഭരണഘടന എഴുതിയ മനുഷ്യനാണ്. മെയ് ദിനം നമ്മൾ ആഘോഷിക്കുന്നു. തൊഴിലാളികൾക്ക് തൊഴിൽ 8 മണിക്കൂറും വിശ്രമം 8 മണിക്കൂറും ആക്കിയത്, ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകളെ അടയാളപ്പെടുത്തിയത്, തൊഴിലാളി നിയമങ്ങൾ നടപ്പിലാക്കിയത്, അതൊക്കെ ചെയ്ത ഒരാളാണ് അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പം ഇത്തരം മൾട്ടിപ്പിൾ ഏരിയകളിൽ ഇന്ത്യക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളെ ഓർക്കേണ്ട ചുമതല ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഇന്ത്യയോട് ദേശസ്നേഹമുള്ള മനുഷ്യന്മാർ, കേരളത്തിൻ്റെ ചരിത്രത്തോട് സ്നേഹമുള്ള മനുഷ്യന്മാർ, ഇവരൊക്കെ ഓർക്കേണ്ട പേരാണ് ഈ പേരുകളൊക്കെ തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്.